കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 43-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക കൈൻഡ്നെസ്, ദയ അല്ലെങ്കിൽ ഉപബി. സ്നേഹമുള്ളവരെ, ഈ കൈൻഡ്നെസ്സിനെ കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ദർശനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവളെ ഇത് രൂപപ്പെടുത്തുവാനായിട്ട് അവളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ്. മാന്യതയുടെയും ദയയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ബന്ധങ്ങളോടും ആത്മീയതയോടുമുള്ള കൊച്ചുത്രേസ്യയുടെ സമീപനത്തെ ഏറെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. സ്നേഹത്തിലും അനുകമ്പയിലും അമ്മ ത്രേസ്യ നൽകിയ ഊന്നൽ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന വശമെന്ന നിലയിൽ ദയയെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണകളെ രൂപപ്പെടുത്തുവാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് പൗലോസ് ലീഹ. അദ്ദേഹം എഫേസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ക്രിസ്തീയ ജീവിതത്തിൽ ദയയുടെ പ്രാധാന്യം ഈ വാക്യം എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. വീണ്ടും അദ്ദേഹം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം, അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഇതൊരു അടിസ്ഥാന ധർമ്മം എന്ന നിലയിൽ ദയയുടെ പ്രയോജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ കൈൻഡ്നെസ്സിനെ കുറിച്ചുള്ള ചിന്താരീതികളെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് കൈൻഡ്നെസ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഉപബി എന്ന് പറയുക. രണ്ടാമതായിട്ട് സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്, കരുണയുടെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ചെറിയ പ്രവൃത്തികൾ. മൂന്നാമതായിട്ട് കൈൻഡ്നെസ് ഇൻ സഫറിങ്, സഹനങ്ങളിലൂടെ ദയ. നാലാമതായിട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്, മറ്റുള്ളവരെ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യം. അഞ്ചാമതായിട്ട് കൈൻഡ്നെസ് ടവേഴ്സ് വൺസെൽഫ്, അവനവനോട് തന്നെയുള്ള ദയ കാണിക്കൽ. സ്നേഹമുള്ളവരെ, ഈ 5 തലങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് കൈൻഡ്നെസ് ആസ് എ റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്സ് ലവ്. എല്ലാവരോടും അനുകമ്പ കാണിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ദയ അല്ലെങ്കിൽ ഉപബി എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുന്നു. അവളുടെ ഒരു എഴുത്തിൽ അവളിങ്ങനെ കുറിക്കുന്നുണ്ട്, ഓരോ ദയാപ്രവൃത്തിയും മനുഷ്യരാശിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. അപ്പോൾ അവൾ കാരുണ്യ പ്രവൃത്തികൾ കണ്ടിരുന്നത് ഏത് തരത്തിലാകട്ടെ, എത്ര വലുതോ ചെറുതുമാകട്ടെ, അവൾ പറയാണ് ഇതിലൂടെ ഞാൻ ദർശിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ദയ കാണിക്കുമ്പോൾ നമ്മുടെ സ്രഷ്ടാവിൻ്റെ സ്നേഹത്തെ നാം പ്രതിഫലിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവർ കരുണ കാണിക്കുമ്പോൾ അവൾ പറയുകയാണ്, നമ്മൾ നമ്മുടെ സ്രഷ്ടാവിൻ്റെ സ്നേഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കാണുവാൻ നമ്മിലൂടെ ഇടവരുത്തുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ തലം എന്ന് പറയുക സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. ദയയുടെ ഏറ്റവും ചെറിയ പ്രവൃത്തികൾ പോലും മറ്റുള്ളവരിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും ഒരാളുടെ വിശ്വാസം നിലനിർത്തുന്നതിന് അത് അത്യന്താപേക്ഷിതമാണെന്നും കൊച്ചുത്രേസ്യ ഊന്നി പറയുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിച്ച് വച്ചിട്ടുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു പുഞ്ചിരിയോ ദയുള്ള ഒരു വാക്കോ ഒരാളുടെ ദിവസം പ്രകാശമാനാക്കും. എത്രയോ ആഴത്തിൽ നിന്നാണ് പുണ്യവതി സംസാരിക്കുന്നത് നോക്കി.
ചെറിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറയും. എന്നിട്ട് അവൾ പറയുകയാണ്, ഒന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു വാക്ക് പറഞ്ഞാൽ അതുപോലും ഒരാളുടെ ജീവിതത്തെ, ആ ദിവസത്തെ മുഴുവൻ പ്രകാശമാനമാക്കി മാറ്റിത്തീരുന്ന ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് പുണ്യവതി ഇത് പറയുക. വീണ്ടും സെലിൻ എഴുതിയ ഒരു എഴുത്തിൽ അവളിങ്ങനെ പറയുന്നു, ദയയുടെ ചെറിയ പ്രവൃത്തികളാണ് നമ്മെ വലിയ സ്നേഹത്തിലേക്ക് നയിക്കുക. സഹോദരർ പറയുകയാണ്, നീ കാരുണ്യത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വലിയ സ്നേഹത്തിലേക്ക്, അതായത് ദൈവത്തിൻ്റെ സ്നേഹം, വലിയ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നു. മൂന്നാമത്തെ തലം എന്ന് പറയുക കൈൻഡ്നസ് ഇൻ സഫറിങ്. കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ നേരിടുമ്പോൾ പോലും ദയ കാണിക്കുന്നത് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തമായ സാക്ഷ്യമാണെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു, എൻ്റെ കഷ്ടപ്പാടുകളിൽ പോലും ഞാൻ ദയ കാണിക്കാൻ ശ്രമിക്കുന്നു, കാരണം ഇതാണ് സ്നേഹത്തിൻ്റെ ഹൃദയം. നോക്കി, അവൾക്ക് കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നേരം പോലും അവൾ ഈ ദയ കാണിക്കുന്നതെന്ന് മാറി നിൽക്കില്ല എന്നാണ് പറയുക. കാരണം ഇത് സ്നേഹത്തിൻ്റെ ഹൃദയമായിട്ട്, കരുണ കാണിക്കുന്നതിന്, ദയ കാണിക്കുന്നതിന് സ്നേഹത്തിൻ്റെ ഹൃദയമായിട്ടാണ് അവൾ ഉൾക്കൊണ്ടിരുന്നത്. അവളുടെ ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ദയോടെ പ്രതികരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ കഷ്ടപ്പാടുകൾ സന്തോഷമായിട്ട് മാറുന്നു. അപ്പോൾ എൻ്റെ സഹനങ്ങളിൽ ഞാൻ കരുണാപൂർവം വർത്തിക്കുമ്പോൾ, സ്നേഹത്തോടു കൂടി വർത്തിപ്പിക്കുമ്പോൾ എൻ്റെ കഷ്ടപ്പാടുകൾ എനിക്ക് കഷ്ടപ്പാടുകളല്ല, അത് വലിയ സന്തോഷമായി തീരുകയാണെന്നാണ് പുണ്യവതി കുറിക്കുക. ഇതിൻ്റെ നാലാമത്തെ വശം എന്ന് പറയുക ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ്. ദയയുടെ ഒരു പ്രധാന വശമായി സന്നിഹിതരായിരിക്കുന്നതിൻ്റെയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിൻ്റെയും മൂല്യം വിശുദ്ധ കൊച്ചുത്രേസ്യ എടുത്തു കാണിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, കേൾക്കൽ, മറ്റുള്ളവരെ ശ്രവിക്കൽ ദയയുടെ ഒരു രൂപമാണ്. നമ്മൾ മറ്റുള്ളവരെ വിലമതിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ ശ്രവിക്കുമ്പോൾ പറയുകയാണ്, വലിയൊരു ദയയാണ് കാണിക്കുക. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നും നമ്മൾ അവർക്ക് വില കൊടുക്കുകയാണെന്ന്. അവളുടെ അന്തിമ വചസ്സുകൾ ഇങ്ങനെ പറയുകയാണ്, യഥാർത്ഥ ദയയിൽ സംസാരിക്കുന്നത് മാത്രമല്ല, തുറന്ന ഹൃദയത്തോടെ കേൾക്കുന്നതും ഉൾപ്പെടുന്നു. അപ്പോൾ കരുണാപൂർവ്വം സംസാരിക്കുന്നതൊക്കെ അത് ദയാണ്. അതുമാത്രമല്ല, മറ്റുള്ളവരെ ശ്രവിക്കുന്നതും ഇതുപോലെ തന്നെ ദയ അർഹിക്കുന്ന ഒന്നാണെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അഞ്ചാമത്തെ വശം എന്ന് പറയുക കൈൻഡ്നസ് ടവേഴ്സ് വൺസെൽഫ്. സ്വയാനുകമ്പ ആത്മീയ വളർച്ചയ്ക്ക് നിർണായകമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നോട് ദയ കാണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൊച്ചുത്രേസ്യ സംസാരിക്കുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു, സ്വന്തം ദയ കാണിക്കുക എന്നത് സ്വന്തം മൂല്യം അംഗീകരിക്കുക എന്നതാണ്. അപ്പോൾ അവനവനോട് തന്നെ ദയ കാണിക്കുന്നത്, അവൾ പറയുകയാണ്, നമ്മുടെ തന്നെ മൂല്യത്തെ നമ്മൾ തന്നെ വിലമതിക്കുന്നതിന് തുല്യമാണെന്നാണ്. അവളുടെ അന്തിമ വചസ്സുകളിൽ അവളിങ്ങനെ പറയുന്നു, സ്വയം അനുകമ്പ മറ്റുള്ളവരോടുള്ള ദയയുടെ അടിത്തറയാണ്. ഞാൻ എന്നോട് തന്നെ കരുണ കാണിക്കാൻ തുടങ്ങിയാൽ, ഞാൻ എന്നെ തന്നെ വിലമതിക്കാൻ തോന്നിയാൽ, അത് മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ എനിക്കൊരു അടിത്തറയായിട്ട് മാറുമെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവരെ, പുണ്യവതിയുടെ കൈൻഡ്നസിൻ്റെ ഈ തലങ്ങളെക്കുറിച്ച് കണ്ട നമുക്ക് ഇതെങ്ങനെയാണ് ആത്മീയതയിലും മനഃശാസ്ത്രപരമായ തലങ്ങളിലും സാമൂഹികപര തലങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആത്മീയ തലം. ദയയെക്കുറിച്ചുള്ള വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പഠിപ്പിക്കലുകൾ ആത്മീയതയോടുള്ള സ്നേഹവും അനുകമ്പയും നിറഞ്ഞ സമീപനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവവുമായി മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് മാനസിക തലം, മനഃശാസ്ത്ര തലം. അവളുടെ ഉൾക്കാഴ്ചകൾ മാനസിക ആരോഗ്യത്തിനും ക്ഷേമത്തിനും ദയയുടെ പ്രയോജനങ്ങൾ ഊന്നിപ്പറയുന്ന ആധുനിക മനഃശാസ്ത്രപരമായ സമ്പ്രദായങ്ങളുമായിട്ട് ഏറെ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹിക തലം. കൊച്ചുത്രേസ്യയുടെ സന്ദേശം ദയയുടെയും അനുകമ്പയുടെയും ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കുന്നു. പരസ്പരം പിന്തുണയ്ക്കുവാനും ഉയർത്തുവാനും സമൂഹങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ദയയുടെ ആഴം മനസ്സിലാക്കി നമുക്ക് നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്ക് ഏതെല്ലാം വിധങ്ങളിൽ ചെറിയ ദയാപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കും? രണ്ടാമതായിട്ട്, എന്നോട് തന്നെ ദയയുള്ള ഒരു മനോഭാവം എനിക്ക് എങ്ങനെയാണ് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുക?
മൂന്നാമതായിട്ട് എൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹം പ്രതിഫലിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നമ്മെ കൂടുതൽ ദയയുള്ളവരായിരിക്കുവാനായിട്ട്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊന്നു ചേർന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവ തിരുവനന്തപുരമുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യയായി ഞങ്ങളെ നീ ദയയോടെ തൃക്കാൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭവന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. പുണ്യവതിയെ പോലെ ഉപവിയിൽ ആഴപ്പെടുവാനുള്ള ഒരു കൃപ തരണമേ എന്ന്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കണമേ എന്ന് അതിലൊരു മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിലായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഏറെ അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിയാണ്. ഒരു സാധാ ജീവിതത്തിൽ നിന്ന് എത്രമാത്രമാണ് മറ്റുള്ളവരിലേക്ക് ദയ വർദ്ധിക്കുവാനായിട്ട്, ദയോടുകൂടി പെരുമാറുവാനായിട്ട്, ഉപവിയുടെ മധ്യസ്ഥയായി തീരുവാനൊക്കെ ആയിട്ട് അവൾക്ക് സാധിച്ചത്. എല്ലാം നീ നൽകിയ പ്രചോദനങ്ങളാണെന്ന്, നീ നൽകിയ കൃപകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങളെയും നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്യുവിലെ കൊച്ചുറാണി, നീ മറ്റുള്ളവരോട് കരുണ കാണിച്ചതുപോലെ ദയാപൂർവം പെരുമാറുവാനായിട്ട്, മറ്റുള്ളവരെ ദയാപൂർവ്വം ശ്രവിക്കുവാനായിട്ട്, കരുണ കാണിക്കലാണ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന ചിന്തയിൽ ആഴപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നീ നിൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിൽ ഈശോദ